വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അനൂപ്. ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. കൂടാതെ ഞാൻ ഡൽഹിയിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ മനഃശാസ്ത്ര വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള കാരണം വളരെ രസകരമായിട്ടുള്ള സമൂഹത്തിൽ തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. നമുക്കറിയാം, നമ്മളുടെ ഈ മോഡേൺ ലൈഫ് സ്റ്റൈൽ, ഈ ആധുനികമായിട്ടുള്ള ജീവിത രീതി നമ്മൾ ഒരുപാട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ സമ്മർദ്ദം കാരണം തന്നെ സമൂഹത്തിൽ ഒരുപാട് വ്യക്തികൾക്ക് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരവസ്ഥയും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ടുള്ളതിനേക്കാളും സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസും സ്ട്രെസ്സും വളരെ കൂടുതലാണ്. പക്ഷേ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്രമാത്രം സമൂഹത്തിൽ മാനസിക സമ്മർദ്ദം കൂടുന്നു, എത്രമാത്രം വ്യക്തികൾക്ക് മാനസിക സമ്മർദ്ദം കൂടുന്നു, അത്രമാത്രം മറ്റൊരു വശത്ത് സമൂഹത്തിലെ മനഃശാസ്ത്ര കടകൾ, മെൻ്റൽ ഹെൽത്ത് ഷോപ്സ് എന്ന് ഞാൻ തന്നെ പറയും, കൂണുപോലെ മുളച്ചു വരുന്ന അവസ്ഥ. എവിടെ തിരിഞ്ഞ് നോക്കിയാലും നമുക്ക് പാരൻറ്റിങ് ടെക്നിക്കിനെ കുറിച്ചുള്ള സെമിനാറുകൾ, മെൻ്റൽ സ്ട്രെസ്സ് ഡീൽ ചെയ്യാനുള്ള ക്ലാസ്സുകൾ, കുട്ടികളുടെ പഠന വൈകല്യത്തിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരുപാട് കോൺഫറൻസുകൾ എല്ലാം ഒരുപാട് ആയിട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. പക്ഷേ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം, ഇതിൽ ഭൂരിപക്ഷവും ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റോ മനഃശാസ്ത്രജ്ഞരോ ഒന്നുമല്ല. ഇത് ഭൂരിപക്ഷവും കണ്ടക്ട് ചെയ്യുന്നത് ഈ മേഖലയിൽ ഒരുപാട് ബിസിനസ് സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തട്ടിക്കൂട്ടി സർട്ടിഫിക്കറ്റ് കോഴ്സ് വിദൂര പഠനത്തിലൂടെയും അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്തതായിട്ടുള്ള പല സർട്ടിഫിക്കറ്റ് കോഴ്സ് നാഷണലും ഇൻ്റർനാഷണൽ ലെവലിലായിട്ട് മിൻറ്റ് ചെയ്തെടുത്ത് വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കേണ്ട ഒരവസ്ഥയാണ് സമൂഹത്തിലിപ്പോൾ ഉള്ളത്. ഞാനതുകൊണ്ട് 4 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. 1, ആരാണ് മനഃശാസ്ത്രജ്ഞൻ? ആരാണ് മനഃശാസ്ത്ര ചികിത്സകൻ? എന്താണ് മാനസിക സമ്മർദ്ദം? എന്താണ് മാനസിക രോഗം? ആദ്യം, എന്താണ് മാനസിക സമ്മർദ്ദം? മാനസിക സമ്മർദ്ദം ഈസ് ഈക്വൽ ടു മെൻ്റൽ സ്ട്രെസ്. മനസ്സിനുണ്ടാകുന്ന സ്ട്രെസ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രോഗാവസ്ഥയല്ല, നിങ്ങൾക്ക് സ്ട്രെസ്സുണ്ട്. സ്ട്രെസ്സ് കാരണം നിങ്ങൾക്ക് വേണ്ട പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് മാനസികമായിട്ടൊരു വെൽബീയിങ് ഇല്ല, ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ. ഇതിനെയാണ് മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ കൊണ്ട് അങ്ങനത്തെ സ്ട്രെസ് ഉണ്ടാവാം, ഓഫീസിലുള്ള സമ്മർദ്ദങ്ങൾ കാരണം അങ്ങനെ ഉണ്ടാവാം, പല മേഖലകളുള്ള ജീവിതത്തിലെ പല മേഖലകളിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ടും മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഒരു മുക്തി നേടാൻ നമ്മൾ സമീപിക്കുന്ന വ്യക്തിയാണ് മനഃശാസ്ത്ര കൗൺസിലർ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലർ. ഒരു സൈക്കോളജിക്കൽ കൗൺസിലറിന് വേണ്ട യോഗ്യത: 1, മിനിമം ഒരു ബിരുദം, ഒരു യൂണിവേഴ്സിറ്റി അംഗീകൃതമായിട്ടുള്ള റെഗുലറായിട്ടുള്ള മോഡിലുള്ള ബിരുദം. 2, സൈക്കോളജിയിലുള്ള ബിരുദം. 2, ബിരുദാനന്തര ബിരുദം. ഒരു കൗൺസിലർ ആവാൻ വെറും ബിരുദം മാത്രം പോരാ, കുറച്ചുകൂടി അതിനെക്കുറിച്ചുള്ള അറിവും എക്സ്പീരിയൻസും വേണം. തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലുമായിട്ടുള്ള നോളജ്. ഇതുണ്ടാവണമെങ്കിൽ ഒരു ബിരുദത്തിന് ശേഷം 2 വർഷത്തെ റെഗുലറായിട്ടുള്ള യൂണിവേഴ്സിറ്റി അംഗീകൃതമായിട്ടുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടെ സൈക്കോളജിയിൽ ചെയ്തിരിക്കണം. ഈ ബിരുദാനന്തര ബിരുദം ഒന്നെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിലാവാം, അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിയിലാവാം, അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജിയിലാവാം, അല്ലെങ്കിൽ ജനറൽ സൈക്കോളജിയിലാവാം. അപ്പോൾ ഈ 4 വിഷയങ്ങളിലാണ് സാധാരണ ബിരുദാനന്തര ബിരുദം ഉണ്ടാവാറ്. ഈ ബിരുദാനന്തര ബിരുദവും ഉണ്ടായിരിക്കണം. ഈ പറയുന്ന 2 ക്വാളിഫിക്കേഷനും, ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനുമുള്ള സൈക്കോളജിയിലുള്ള ഒരു വ്യക്തി മാത്രമേ സാധാരണഗതിക്ക് കൗൺസിലിംഗ് ചെയ്യാൻ യോഗ്യതയുള്ള വ്യക്തിയുള്ളൂ. 2, മാനസിക രോഗവും മാനസിക സമ്മർദ്ദവും തമ്മിലുള്ള വ്യത്യാസം. മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ മെൻ്റൽ സ്ട്രെസ്സ്, മാനസിക രോഗം എന്ന് പറയുമ്പോൾ മെൻ്റൽ ഇൽനെസ്. അതിൽ നമ്മൾ സാധാരണഗതിക്ക് ഒരു മനഃശാസ്ത്ര ചികിത്സകൻ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുവരുന്ന മാനസിക രോഗങ്ങളെ കുറിച്ചാണ്. അങ്ങനെ പറയുമ്പോൾ മാനസിക രോഗം മറ്റു കാരണങ്ങൾ കൊണ്ടുവരാം. ചെറിയൊരു വിഭാഗം മാനസിക രോഗം മസ്തിഷ്കത്തിലുള്ള ബയോകെമിക്കൽ വ്യതിയാനം കൊണ്ടുവരാം. അത് വളരെ ചെറിയൊരു ശതമാനം മാത്രം. പിന്നെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എമൗണ്ട് മാനസിക രോഗം വരുന്നത് സോഷ്യൽ സ്ട്രെസ് കൊണ്ടാണ്, സാമൂഹികമായിട്ടുള്ള പല സമ്മർദ്ദങ്ങളുമുണ്ട്, അല്ലേ? ഫിനാൻഷ്യൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ സോഷ്യലായിട്ട് മറ്റ് സ്ട്രെസ്സുകളുണ്ട്. പക്ഷേ ഭൂരിഭാഗം വരുന്നത് മനുഷ്യൻ്റെ കാഴ്ചപ്പാട്, മനുഷ്യൻ്റെ വ്യക്തിത്വം, മനുഷ്യൻ കണ്ട് മനസ്സിലാക്കി സ്വയം എങ്ങനെ കാര്യങ്ങളെ വിലയിരുത്തുന്നു എന്നുള്ള അപാകതകളാണ് പലപ്പോഴും നമുക്ക് മാനസിക രോഗങ്ങൾ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഒരു മനഃശാസ്ത്ര ചികിത്സകനെയാണ് നമ്മൾ മെൻ്റൽ ഇൽനെസ്സിൽ പോയി കാണുന്നത്. മനഃശാസ്ത്ര ചികിത്സകൻ എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മാത്രം. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്?
ഒരു ഡിഗ്രി, റെഗുലറായിട്ടുള്ള ഒരു ഡിഗ്രി സൈക്കോളജിയിൽ, റെഗുലറായിട്ടുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ, ഒരു ബിരുദാനന്തര ബിരുദം സൈക്കോളജിയിൽ, കൂടാതെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പാർലമെൻ്ററി സ്റ്റാറ്റ്യൂട്ടറി ബോഡി അംഗീകരിച്ചിട്ടുള്ള MPhil അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ഫിലോസഫി, ഈ 3 കാര്യങ്ങളും, അതായത് മാസ്റ്റേഴ്സ് ഇൻ ഫിലോസഫി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, ഈ 3 തരത്തിലുള്ള ഡിഗ്രികളുമുള്ള ഒരാൾ മാത്രമാണ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള മനഃശാസ്ത്ര ചികിത്സകൻ. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള മനഃശാസ്ത്ര കൗൺസിലറെയോ ഒരു കറക്റ്റായിട്ടുള്ള മനഃശാസ്ത്ര ചികിത്സകനെയോ മാത്രം മാനസിക സമ്മർദ്ദത്തിനും മാനസിക രോഗത്തിനും സമീപിക്കാൻ പാടുള്ളൂ. ഇല്ലാത്ത വ്യാജന്മാർ അല്ലെങ്കിൽ ക്വാക്സിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഉള്ള രോഗം അല്ലെങ്കിൽ ഉള്ള അവസ്ഥ മൂർച്ഛിക്കാനും പിന്നീട് ഇത് വളരെ മാറ്റാൻ പറ്റാത്ത രീതിയിൽ മനസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. ജയ് ഹിന്ദ്.